2025 പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും സംഘടനയുമായിരുന്നു ലഷ്കർ-ഇ തോയ്ബ. ആ ലഷ്കർ-ഇ തോയ്ബയുടെ സ്ഥാപകനാണ് ഹാഫിസ് സയ്യിദ്. ഈ ഹാഫിസ് സയ്യിദിനെതിരെ ഇപ്പോൾ ഒരു ജാമ്യമില്ല തുറന്ന വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ NIA കോടതി. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, 1967 UAPA നിയമപ്രകാരം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹാഫിസ് സയ്യിദിനെ. ഹാഫിസ് സയ്യിദ് നിരോധിത ഭീകര സംഘടനയാണ്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് ഹാഫിസ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ തുറന്ന വാറണ്ട് എന്ന് പറയുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പിടികൂടാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് വധശിക്ഷ കൂടി നടപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. NBWDIG NIA ജമ്മു കാശ്മീരിന് ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു ഓർഡർ കൂടി നൽകിയിട്ടുണ്ട്. വിവിധ കേസുകളാണ് ഹാഫിസ് സയ്യിദിനെതിരെ ഉണ്ട്. ഒപ്പം തന്നെ വിചാരണ ഈ കേസുമായി, ഈ പഹൽഗാം കേസുമായുള്ള വിചാരണ തുടരാം എന്നും കോടതി പറഞ്ഞു. NIA ആദ്യം സമർപ്പിച്ച ആ കുറ്റപത്രം 1597 പേജുള്ള കുറ്റപത്രത്തിന് വിചാരണ തുടരുകയാണ്. ഏതായാലും ഈ തുറന്ന ഒരു വാറണ്ടും ഒപ്പം തന്നെ വധശിക്ഷയ്ക്കുള്ള ഉത്തരവും നൽകിയ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും ഹാഫിസ് സയ്യിദിനുള്ള വിസ റെഡിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെ 23 പേരുടെ ഒരു പട്ടിക, അതായത് മോസ്റ്റ് വാണ്ടഡ്, ഇന്ത്യ ആവശ്യപ്പെടുന്ന ഇന്ത്യ തിരയുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് ആയി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഈ കോടതി ഉത്തരവിലും ഈ ഹാഫിസ് സയ്യിദിനെ കൂടാതെ ഒരു 6 പേർ കൂടിയുണ്ട്. ഒരുപക്ഷെ അജ്ഞാതന്റെ ഒരു വിളയാട്ടത്തിന്റെ ഭാഗമായി ഇവർ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ പേരും കൂടുതൽ വിവരങ്ങളും ഒരുപക്ഷെ ലഭ്യമാകുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.